ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ ഇന്ന് ഒക്ടോബർ 6 നമ്മൾ ഇന്നത്തെ ന്യൂസ് പേപ്പറും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതുവെ സൺഡേ ഇതിൽ കാണുന്ന പോലെ കുറേ കോളംസ് ഉണ്ട്. സയൻസ്, FAQ, പ്രൊഫൈൽസ്, കുറേ അധികം കോളംസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആണ്. പക്ഷെ നമ്മൾ വളരെ ക്രിസ്പായിട്ട് തന്നെ നമുക്ക് പക്ഷേ എഡിറ്റോറിയൽസ് ഇല്ല. എഡിറ്റോറിയൽസിന് പകരം അങ്ങനത്തെ വാർത്തകളാണ് കൂടുതലും വരുന്നത്. സോ വി ആർ സ്കിപ്പിംഗ് ദി എഡിറ്റോറിയൽസ് ഇല്ലാത്തത് കൊണ്ടാണ് അതില്ല നമുക്ക്. അപ്പോൾ ഇന്നത്തെ മേജർ ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നമുക്ക് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇന്ന് ഷോംപെൻ ട്രൈബ്സിനെ കുറിച്ചിട്ട്, ആൻഡമാൻ നിക്കോബറിലെ ഷോംപെൻ ട്രൈബ്സിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആന്ത്രപ്പോളജി ഒക്കെ പഠിക്കുന്നവർ 60,000 വർഷത്തിന് മുന്നേ എക്സിസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടാങ്ക്സിനെ കുറിച്ചിട്ട്, ഇന്ത്യൻ ആർമിയും ടാങ്കുകളുടെയും ഉപയോഗം, അല്ലെങ്കിൽ ഈ യുക്രൈൻ റഷ്യ വാറിന് ശേഷം ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദി ടാങ്ക്സ് ഫോർ ദ ഡിഫൻസ് ഫോഴ്സസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഫൻസ് ടാങ്ക്സ് ദാറ്റ് വി ഹാവ് ഇൻ ഇന്ത്യ. ഭീഷ്മ എന്നൊക്കെ പറയുന്ന ടാങ്കുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലെങ്കിലും ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന എന്താണ് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്? നമുക്കറിയാം അറബ് വേൾഡിൽ വെസ്റ്റേൺ രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, വെസ്റ്റേൺ രാജ്യങ്ങൾക്കെതിരെ ഐഡിയോളജിക്കലി വെസ്റ്റേൺ രാജ്യങ്ങൾ US, അതേ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അവർക്കെതിരെ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ മിലിറ്ററി ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാൻ, ഹെസ്ബുള്ള, സിറിയ, ഇറാഖിലെ മിലിഷ്യ ഫോഴ്സസ്, അതേപോലെ തന്നെ ഹൂത്തീസ്, അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിനെയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അത് ഈ ഒരു ഇന്റർനാഷണൽ കോൺസെപ്റ്റിൽ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അത് ജസ്റ്റ് മുകളിലത്തെ കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ആദ്യം തന്നെ ഹരിയാനയിൽ, ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലൊക്കെ ഇലക്ഷൻസ് നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് യു ക്യാൻ സീ 65% ഓഫ് ദ പീപ്പിൾ ഹാവ് ആക്ച്വലി ഗോൺ ഇൻ ഫോർ വോട്ടിംഗ്. ആൻഡ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയണം. അത് ഇതിൽ ജനറലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റിവർ ക്രോസിങ്, ഗംഗയിൽ വെള്ളം റിസീഡ് ചെയ്തുകൊണ്ട് അവർ മഡ് ക്ലിയർ ചെയ്യുന്ന ഫോട്ടോ ആണ് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ ഇന്നലെ തന്നെ നമ്മൾ അഗെയിൻ സ്റ്റാർട്ട് ഓഫ് ചെയ്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാവോയിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. സോ അഗെയിൻ ദിസ് ബ്രിങ്സ് മാവോയിസ്റ്റ് അറ്റാക്സ് ആസ് അഗെയിൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്കറിയാം മാവോയിസ്റ്റ് അറ്റാക്ക് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്താണ് മാവോയിസം, അതേപോലെ എന്താണ് നക്സലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് നന്നായി പഠിക്കണമെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് മാവോയിസം, എന്താണ് നക്സലിസം നമ്മൾ നോക്കിയിരുന്നു. ആൻഡ് അഗെയിൻ ഛത്തീസ്ഗഡ് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളും. ബസ്താർ വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. അപ്പോൾ ഇതിൽ ഈ ഇങ്ങനത്തെ എൻകൗണ്ടേഴ്സ് എപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സെക്യൂരിറ്റി ഫോഴ്സസ് ആണ് ഇതിൽ പങ്കെടുത്തിരുന്നത്? അപ്പോൾ ഇതിനകത്ത് ഒരു സാധാരണ നെയിം ചെയ്യാറുണ്ടോ CRPF എന്നൊക്കെ പറയുമെങ്കിലും 1300 മുതൽ 1500 സ്പെഷ്യലൈസ്ഡ് ജവാൻസ് ആണ് DRG എന്ന് പറയുന്നത്. സോ എന്താണ് ഈ DRG? സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ്. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്സ് ആണ് DRG. അതിലാണ് ഒരുപാട് പേര് ഫൈറ്റ് ചെയ്തിരുന്നത്. ആൻഡ് അതിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിനെ കുറിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇത് ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ JEM ഓപ്പറേറ്റീവ് ഹെൽപ്പ് ഫോർ NIA എന്ന് പറയുമ്പോൾ നമുക്കറിയാം NIA FBI ഒക്കെ, US-ലെ FBI CIA ഒക്കെ ഡ്രസ്സ് പോലെയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. NIA മെയിൻ ആക്ടിവിറ്റീസ് എന്താണ്, NIA എന്തിനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, NIA എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ആരാണ് NIA ഹെഡ് ചെയ്യുന്നത്, എന്ത് തരം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് NIA ഹാൻഡിൽ ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ് NIA എന്താണെന്നൊക്കെ പഠിക്കാനല്ലേ. സോ ജെ എന്ന് പറയുന്നത് ജെയ്ഷി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്, ബാൻ ചെയ്ത ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കഷൻ വന്നിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത, ഞാൻ ഡെയിലി എഡിഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ ബാർ ഓൺ ഫാദറിങ് എ ചൈൽഡ് ആഫ്റ്റർ ഡെത്ത്. ഇത് വേറൊന്നുമല്ല, ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ സെമൻ ഡൊണേറ്റ് ചെയ്തിരുന്നു, സെമൻ പ്രിസർവ് ചെയ്തിരുന്നു. ഇനി മരിച്ചതിന് ശേഷം ആ സെമൻ ഉപയോഗിച്ചിട്ട് ഒരു ചൈൽഡിനെ ബെയർ ചെയ്യാനാണ്. അപ്പോൾ അതിന് നിയമസാധ്യതകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് എസ് പോസ്തുമസ് റീപ്രൊഡക്ഷൻ. മരിച്ചതിന് ശേഷം പോസ്തുമസ് ആയിട്ട് റീപ്രൊഡക്ഷൻ ഇന്ത്യയിൽ ബാൻഡൊന്നും അല്ല. സോ പോസ്തുമസ് റീപ്രൊഡക്ഷൻ്റെ സാധ്യതകൾ എന്താണെന്നാണ് ഇതിനകത്ത് കോടതി ചോദ്യം ചെയ്യുന്നത്. സോ ഇതിനകത്ത് പറയുന്നുണ്ട്, she had parents being the heirs of the deceased and semen samples being genetic material
ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് പ്രോപ്പർട്ടി ദേ വർ എൻറ്റൈറ്റിൽഡ് ടു ഹാവ് ആക്സസ് ടു ദ സാമ്പിൾ. ആൻഡ് ഇതിൽ പറയുന്നൊരു കാര്യം, ഇനി ഡിസീസ് ആൻഡ് ഹു ഗോട്ട് എ 7 സാമ്പിൾ പ്രിസർവ്ഡ്. ഇനി അത് അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇനി ഗ്രാൻഡ് പാരൻസേ ഉള്ളൂ അവർക്ക്. അപ്പോൾ ഈ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെ ഒരു കുട്ടീനെ അവർ ബെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുട്ടീനെ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ചെറിയ പ്രോസസ്സ് അല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ സെമൻ മാത്രം വിചാരിച്ചാലും കുട്ടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ലേഡീനെ കണ്ടുപിടിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോ അല്ലെങ്കിൽ അത്തരം പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് ഒരു കുട്ടീനെ ഈ വേൾഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടീനെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഗ്രാൻഡ് പേരൻസിനുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ്, ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ ആ കുട്ടീനെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഫ്രോസൺ സ്പേം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള സംഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആൻഡ് ഇന്ത്യൻ ലോ ഡിഡ് നോട്ട് പ്രൊഹിബിറ്റ് പോസ്റ്റമസ്ലി റീപ്രൊഡക്ഷൻ. ഇന്ത്യൻ ലോ അത് പോസ്റ്റമസ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബാൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് നമുക്കറിയാം, പാകിസ്ഥാനിലേക്ക് ജയശങ്കർ പോകുന്നത് SCO ആണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് ഷാങ്ഹായ് കോർപ്പറേഷൻ. എന്താണ് SCO എന്ന് ഇനിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ് നമുക്കറിയാം, ഇന്ത്യ ഉണ്ടോ, പാകിസ്ഥാൻ ഉണ്ടോ, ചൈന ഉണ്ടോ, റഷ്യ ഉണ്ടോ, അവിടെ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖ് അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ടോ, ഈ ഇസ്താൻ എന്ന് ചേർത്ത് വിളിക്കുന്ന രാജ്യങ്ങൾ കുറേ ഉണ്ട് ആ ഭാഗത്ത്, പഴയ USSR, അതിൽ എത്ര രാജ്യങ്ങളുണ്ടെന്നും കൂടെ കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ സാർക്ക് നടക്കുന്നില്ലല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സാർക്ക് നടക്കുന്നില്ല. ആൻഡ് 2015 മുതൽ എനിക്ക് തോന്നുന്നു 2015-16 ശേഷം ഇന്ത്യ 2015 ശേഷം ഒരു മിനിസ്റ്റീരിയൽ ടോക്ക് പാകിസ്ഥാനായിട്ട് നടത്തുന്നതുമില്ല. കാരണം നമുക്കറിയാം ഇന്ത്യനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു വലിയൊരു ഡെഡ്ലി അറ്റാക്കാണ് ഇറ്റ്സ് ദ പുൽവാമ അറ്റാക്ക്. Something which cannot be forgotten at all. So after the Pulwama attack, India has made sure that India is not negotiating with Pakistan on a ministerial levels. So ഇത് പറയുന്നത് ഞങ്ങൾ SCO അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരും, അല്ലാതെ പാകിസ്ഥാനായിട്ട് ചെയ്യാൻ ഒരു ടേംസിന് പോകുന്നില്ല എന്നുള്ളതാണ്. സാർക്ക് നടക്കുന്നില്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ SCOയ്ക്ക് വേണ്ടിയാണ് അവർ പോകുന്നത്. ഇന്നും ആസ് യൂഷ്വൽ നാഷണൽ ന്യൂസ് ആണ്. പിന്നെയും റേപ്പും മർഡറും ഇല്ലാത്തൊരു ദിവസം വളരെ കുറവാണ്. അഗെയിൻ ഇറോഡിങ് വിമൻസ് ഇഷ്യൂ എന്ന് എടുത്തു പറയാവുന്നൊരു കാര്യം കൂടാണ്. സോ അടുത്ത പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വാർത്തകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റേഴ്സ് സീക്ക് ആക്ഷൻ, അംബേദ്കറിൻ്റെ സ്റ്റാച്യു വാൻഡലൈസ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ട്. ആൻഡ് ബാക്കിയുള്ളത് പിന്നെ നല്ലൊരു പരസ്യം ഇതിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ് ടൂറിസത്തിന് നല്ലൊരു പരസ്യം കണ്ടു. ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ് ടു സീ. ഈ പരസ്യം മാത്രമല്ല, പരസ്യം നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഒക്കെ ഇവരിങ്ങനെ വരാറുണ്ട്. നമ്മളെല്ലാം പരസ്യം പഠിക്കണം എന്നല്ല ഇതിനകത്ത് പറയുന്നത്. സോ അജന്ത എല്ലോറ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലോറ എടുത്തു പറയേണ്ടതാണ്. ആർട്ട് ആൻഡ് കൾച്ചറിനൊക്കെ ഈ റോക്കറ്റ് സംഭവങ്ങളും എന്താണ് ഈ എല്ലോറ, എന്താണ് അജന്ത എന്നൊക്കെ പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഒന്നാണ്. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് അത് നമ്മളൊന്ന് പരസ്യം കണ്ടപ്പോൾ ഒന്ന് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അതൊന്ന് നോക്കി വെക്കേണ്ടതാണ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്സ് ന്യൂസുകളാണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ ന്യൂസുകൾ അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവം മാച്ച് ദ ഫോളോയിങ്ങിനും ജോഗ്രഫി ലെവലിൽ വെർ ഇസ് ദിസ് ഹിരാക്കുഡ് ഡാം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. So it's where is Hirakud Dam in Odisha is all set to be renovated, which is expected to minimize wastage of water. So ഈ ഡാം, ഹിരാക്കുഡ് ഡാം, ഇങ്ങനത്തെ ഡാമുകൾ പഠിച്ചു വെക്കുന്നത് UPSC പ്രിലിംസിന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലേൺ ദിസ്. ഇന്ത്യയിലെ എല്ലാ ഡാമുകളും അറിയില്ലെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഭക്രാനങ്കൽ അങ്ങനെ കുറേ ഡാമുകൾ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ഹിരാക്കുഡ് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം ചോദിക്കുക, ഏത് ഡാം എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിക്കുക. ഹിരാക്കുഡ് ഏത് സ്റ്റേറ്റിലാണ്, ഒഡീസ അല്ലെങ്കിൽ MP എന്ന് പറയുന്ന മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾക്ക് ഇന്ത്യയിലെ ഡാമുകളെ കുറിച്ച് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോ അബൌട്ട് വേർ ഇസ് ഹിരാക്കുഡ് ഡാം ഇൻ ഡീറ്റെയിൽ ഇസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ വാർത്ത ടൈഗേഴ്സ് പൊളിറ്റിക്സ്, ഇത് കൂടുതലും സുന്ദർബനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സുന്ദർബനിലെ ഒരുപാട് ടൈഗർ നിങ്ങൾക്കറിയാം, ടൈഗറിൻ്റെ ഏറ്റവും വലിയ സ്ഥലം തന്നെയാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഇതിൻ്റെ ന്യൂസ് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ കുറേ ടെക്സ്റ്റുകൾ ഇതിനകത്ത് എഴുതി പോകുന്നുണ്ട്. അതിനകത്ത് ടൈഗറിനെ കുറിച്ചിട്ട്, ടൈഗർ കൊന്നതിന് ശേഷം കോമ്പൻസേഷൻ വേണ്ടി ശ്രമിച്ച കുറേ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം പ്രൊഹിബിറ്റീവ് ഏരിയയിൽ, അവർ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവരുടെ ഹസ്ബൻഡ്സ് കയറിയതുകൊണ്ടാണ് ടൈഗർ അറ്റാക്ക് ചെയ്തത്. എന്നാലും കോടതിയിൽ നിന്നും ഒരു കോമ്പൻസേഷൻ വാങ്ങിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ സുന്ദർബൻസ് ടൈഗർ റിസർവ് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും ഇതിനകത്ത് പഠിക്കണം. അപ്പോൾ ടൈഗർ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവിടുത്തെ എംപ്ലോയ്മെൻ്റ് ആണ്. അവിടുത്തെ ആൾക്കാരെല്ലാം കൂടുതലും ഹണി ഫിഷിംഗ് ഒക്കെയാണ് അവിടുത്തെ വലിയൊരു
എംപ്ലോയ്മെൻറ്റ്, എല്ലാവരുടെയും ഒരു എംപ്ലോയ്മെൻറ്റ് ഹണി ഫിഷിംഗ് എന്നൊക്കെയാണ്. ഒരാൾ മരിച്ചൊക്കെ കഴിഞ്ഞാൽ, ഭർത്താവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ഹണിയോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ വേണ്ടെന്ന് തന്നെ വെക്കുന്ന ഒരു ട്രഡീഷനും അവിടെ ഉണ്ട്. പിന്നെ ടൈഗർ പോപ്പുലേഷൻ, ദ പോപ്പുലേഷൻ ഓഫ് ടൈഗേഴ്സ് ഹാസ് ഇൻക്രീസ് ഫ്രം 70 to 101 in 2022. So tiger led attacks 600 and tiger attacks led to 664 and 122. എത്രയും ആൾക്കാർ 664 ഡെത്ത്സ് ആണ് എത്രയും വർഷം കൊണ്ട് ടൈഗേഴ്സ് കാരണം ഉണ്ടായിട്ടുള്ളത്. സോ അത്രയും വലിയ ടൈഗർ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിലാണ് അവരവിടെ നിൽക്കുന്നത്. പിന്നെ വെതറിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് സുന്ദർബണിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. സുന്ദർബൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയും കൂടാണ്. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഐലൻഡ് മൗസൂനി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. എവിടെയെങ്കിലും നമുക്ക് ഈ ഐലൻഡ് മൗസൂനി is actually located in the mouth of Bay of Bengal. ഇതൊക്കെ പ്രിലിംസിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, എന്നാൽ പോലും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഈ മൗസൂനി എന്ന് പറയുന്ന ഐലൻഡും കൂടെ ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതെടുത്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിൻലി പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ക്ലാസിഫൈഡും സ്റ്റൗട്ടും മെയിനായിട്ട് ന്യൂസിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത്. വോട്ടേഴ്സ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പിന്നെ പ്രധാനമായിട്ട് നാഷണൽ ന്യൂസിൽ വന്നൊരു സംഭവം എടുത്തു പറയേണ്ടത്, MP മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ മീറ്റ്സ് ട്രൈബൽ ക്വീൻസ് ക്യാപിറ്റൽ ഓൺ 500 ബർത്ത് ആനിവേഴ്സറി. ഹിസ്റ്ററിക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, നമുക്ക് എടുത്തു പറയാവുന്ന റാണി ക്വീൻ ദുർഗാവതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ദ കിങ്ഡം ഓഫ് ഗോണ്ട്വാന എന്ന് പറയുന്നത്, ഗോണ്ട്വാന ലാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ദ കിങ്ഡം ഓഫ് ഗോണ്ട്വാന എന്ന് പറയുന്നു. സോ എടുത്തു പറയേണ്ടത് ക്വീൻ ദുർഗാവതിയാണ്. 16th സെഞ്ച്വറിയിലാണ്, ട്രൈബൽ ക്വീൻ ആയിരുന്നു. ആൻഡ് ശ്രിംഗംപൂർ ആണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ശ്രിംഗംപൂർ എന്നാണ്, സിംഗ്രാംപൂർ. ഇറ്റ് ഈസ് സിംഗ്രാംപൂർ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഗോണ്ട്വാന. റാണി ദുർഗാവതി 1548 എന്ന ടൈമിലേക്കാണ്. അപ്പോൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അക്ബറിൻ്റെ കോണ്ടംപററി ആണോ ഹുമയൂൺ ആണോ, ഏത് കാലഘട്ടത്തിലാണ് 264 as the queen regent while her son was young. സോ ഇതിൻ്റെ ക്വീൻ ദുർഗാവതിയുടെ പേരിൽ ഒരുപാട് സ്കീമുകൾ കാര്യങ്ങൾ, ഇപ്പോൾ ക്വീൻ ദുർഗാവതി മെമ്മോറിയൽ ഉണ്ട്. അതേപോലെ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് റാണി ദുർഗാവതി ശ്രീ അന്ന പോഷൻ യോജന, മില്ലറ്റ് പ്രൊഡക്ഷന് വേണ്ടി ക്വീൻ്റെ പേരിൽ. അങ്ങനെ മധ്യപ്രദേശിൽ കുറേ സംഭവങ്ങൾ ക്വീൻ്റെ ആ ഓർമ്മയിൽ 500ാമത്തെ വർഷത്തിനാണ്. അപ്പം നമുക്ക് ആരാണ് ക്വീൻ ദുർഗാവതി എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ഐറ്റമാണിത്. പിന്നെ മുകളിൽ നോക്കുമ്പോൾ വയലൻസ് അഗെയിൻ ബംഗാളിലുള്ള, പിന്നെയും റേപ്പ്, മർഡർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. JNK പൊളിറ്റിക്കൽ പാർട്ടീസ് വോയിസ് കൺസേൺ ഓർ പോലീസ് കണ്ടിന്യൂയിങ് എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ യൂട്യൂബ് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഡൽഹിനെ കുറിച്ച്, ഡൽഹിക്ക് എന്താണ് സെപ്പറേറ്റ് പവേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ജമ്മു ആൻഡ് കശ്മീരിൽ പോലീസ് ആരുടെ കൺട്രോളിലാണ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം ആർട്ടിക്കിൾ 370 ഉള്ളത് ഇപ്പോൾ എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 ഉണ്ടെങ്കിലും ജമ്മു ആൻഡ് കശ്മീരിലെ മേജർ പോലീസ് സിസ്റ്റംസ് എല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ചെയിൻ ഓഫ് കമാൻഡ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയതിനു ശേഷം ആ ഒരു കൺട്രോൾ ജമ്മു കാശ്മീരിൽ കൊണ്ടുവരുന്നുണ്ട്. മുമ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലും ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ അവിടെ ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ഇല്ലാത്തത് കൊണ്ട് ഡെഫിനറ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ പവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഇതിനകത്ത് വായിക്കാൻ പറ്റും. JNK റീഓർഗനൈസേഷൻ ആക്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. JNK റീഓർഗനൈസേഷൻ ആക്ട്, അണ്ടർ വിച്ച് the center will weaken the elected chief minister, which brought the JNK police under the center. കണ്ടോ, JNK പോലീസിന് JNK റീഓർഗനൈസേഷൻ ആക്ട് വെച്ചിട്ട് ജമ്മു കാശ്മീർ പോലീസിനെ സെൻട്രൽ ഗവൺമെൻറ് അടുത്താണ് കൊണ്ടുവന്നത്. ഡൽഹിയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. 9 മിനിറ്റേ ഉള്ളൂ. എന്താണ് ഡൽഹിയുടെ സ്പെഷ്യൽ പവർ എന്ന് പറയുന്നത്? പോലീസ്, ലാൻഡ് എന്ന് പറയുന്ന കുറച്ച് ഹോം അഫയേഴ്സും, ഡൽഹി പോലീസ് ചീഫ് മിനിസ്റ്റർ പറയുന്നത് കേൾക്കാറില്ല, അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്കാണ് ആ വാർത്ത പോകുന്നത്. അപ്പോൾ അതും ഒന്ന് അറിഞ്ഞിരുന്നോളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇന്ന് പ്ലെയിനിനെ കുറിച്ചിട്ടും മിലിറ്ററി ടാങ്കിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ ഇതിനകത്തുണ്ട്. സോ ഇതിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട് മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്. ഈ പടത്തിൽ കാണുന്ന പോലെ ഇങ്ങനത്തെ എയർക്രാഫ്റ്റ്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആർമിയിൽ. നമ്മൾ ഒരുപാട് എയർ ലിഫ്റ്റിങ്ങിനും
എയർ ലിഫ്റ്റിങ്ങിനും അല്ലെങ്കിൽ 30 ടൺസ് വരെയൊക്കെ 30 മുതൽ 40 ടണ്ണ് വരെയൊക്കെ എടുത്ത് പുള്ള് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ ഈ എയർ ലിഫ്റ്റിങ്ങിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലെയിൻസ് ആണ്. നമുക്ക് ഓൾറെഡി ഉള്ളത് 32 AN-32 IL-76 ഫ്ലീറ്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം റീപ്ലേസ് ചെയ്യാനാണ് പ്ലാൻ. ഈ എയർക്രാഫ്റ്റ് മനസ്സിൽ ഓർത്താൽ മതി. വാറിലും സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും എയർ ലിഫ്റ്റ് ചെയ്യാനും സാധനങ്ങൾ ഇമ്മീഡിയറ്റ്ലി ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് MTA അല്ലെങ്കിൽ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്. MTA മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 18 മുതൽ 30 ടൺ കാറ്റഗറിയാണ്. സോ ഇതിനു വേണ്ടി കുറേ സംഭവങ്ങൾ കൊണ്ടുവരാനാണ് പറയുന്നത്. ആൻഡ് ഇത് റീപ്ലേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി ഒരുപാട് കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് എയർബസിൻ്റെ A400 ഉണ്ട്, ലോക്ഹീഡ് മാർട്ടിൻ ഉണ്ട്, അതേപോലെ എംബ്രയർ C390 ഉണ്ട്. ഇതൊക്കെ 37 ടണ്ണും അങ്ങനത്തെ പല ടൺസിൻ്റെ വെയിറ്റിലാണ്. ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി 2020 ലഡാക്കിനോടുള്ള ഫൈറ്റിന് ശേഷമാണ് ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യുന്നതും ആർമിക്ക് സപ്പോർട്ട് എയർ ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ സാധ്യതകൾ ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നതും കണ്ടതും. സോ നമുക്കറിയാം ഇതിനകത്ത് ചെറിയ ടാങ്കുകളൊക്കെ ലഡാക്ക് സമയത്ത് തന്നെ ആർമിക്ക് എനിക്ക് തോന്നുന്നു ടാങ്ക്സ്, ചെറിയ ചെറിയ ടാങ്ക്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ലൈറ്റ് ടാങ്കുകൾ വെയിങ് അറൌണ്ട് 25 ടൺസ് ഈ മൗണ്ടനൈസ് ഏരിയാസിലും ലഡാക്ക് പോലത്തെ സ്ഥലങ്ങളിലെല്ലാം ഈ ടാങ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ടാങ്ക് എല്ലാം ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി ഇത്തരം പ്ലെയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഉപയോഗിക്കുന്ന പ്ലെയിനുകളുടെ AN-32 IL-76 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. മറ്റ് നാഷണൽ പേജിലെല്ലാം ഇലക്ഷനാണ്. ഹരിയാന ഇലക്ഷനാണ്, മൊത്തം പൊളിറ്റിക്കൽ വാർത്തകളാണ്. പിന്നെയുള്ളത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ വാർത്തയാണെങ്കിൽ, ഞാൻ പറഞ്ഞു എല്ലാ പൊളിറ്റിക്കൽ വാർത്തകളും ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ നമുക്ക് UPSC റിലേറ്റഡ് ഇഫ് ദർ ഇസ് എനിത്തിങ് ഹണ്ടഡ് ഡൗൺ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി PSC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാക്കിൽ തന്നെ ഉണ്ട്. പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സും ചെലവുകളും സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കമ്മിറ്റിയാണ്. ഇത് ആരാണ് ഫോം ചെയ്യുന്നത്? എത്ര മെമ്പേഴ്സ് ഉണ്ട്? 22 മെമ്പേഴ്സ് ഉണ്ടോ? പ്രിലിംസിന് ഇങ്ങനെയൊക്കെ ചോദിക്കും. 15 മെമ്പേഴ്സ് ലോക്സഭയിൽ നിന്നാണോ, ബാക്കി 7 മെമ്പേഴ്സ് രാജ്യസഭയിൽ നിന്നാണോ? ആരായിരിക്കും ഇതിൻ്റെ ഹെഡ് ചീഫായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്? അത് ആരായിരിക്കും എലക്ട് ചെയ്യുന്നത്? പൊതുവേ ഒപ്പോസിഷൻ പാർട്ടിയിലെ ആളാണോ ഇതിൻ്റെ ഒരു ട്രാൻസ്പാരൻസിക്ക് വേണ്ടിയുള്ളത്? ഈ കമ്മിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പ്ലീസ് ഫൈൻഡ് ഇറ്റ് ഔട്ട് കോൺസ്റ്റിറ്റ്യൂഷനലി. പ്രിലിംസിന് ചോദ്യം ചോദിക്കാനാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നോക്കേണ്ടത് ഫ്ലഡ്സ്. എഗെയിൻ ഇന്ത്യയിലെ ഡിസാസ്റ്റേഴ്സിന് ഒരു കുറവുമില്ല. ഫ്ലഡ്സും ലാൻഡ് സ്ലിപ്സും പിന്നെയും മേഘാലയയിലെ ആൾക്കാരെ ഒരുപാട് പേര് മരണപ്പെട്ടു. സോ എഗെയിൻ മാപ്പ് ജോഗ്രഫി പെർസ്പെക്റ്റീവിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാത്തിൻ്റെ മാപ്പ് ഓർത്ത് വെക്കുക. മേഘാലയ ഷെയർസ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് A അസാം, B 2 മണിപ്പൂർ, 3 മിസോറാം, 4 ത്രിപുര എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ട് 1, 2 and 3, 1 and 4 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെടാൻ പാടില്ല. അപ്പോൾ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അപ്പോൾ മേഘാലയയുടെ മാപ്പും കൂടെ ഒന്ന് കണ്ടുവെക്കുക. പിന്നെ എന്താണ് ഫ്ലഡ്, എന്താണ് ലാൻഡ് സ്ലൈഡ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇത്രയും നാളുകൊണ്ട് പ്രിപ്പറേഷൻ അറിഞ്ഞില്ലെങ്കിലും ഇനി പഠിക്കുക, അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കുക. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ആർമിക്ക് വേണ്ടിയുള്ള മേജർ ആയിട്ടുള്ള ഡിഫൻസ് റിലേഷൻ R&D ഒക്കെ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് DRDO. അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ മിസൈൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു VS ഹൊറാറ്റ്സ്. എന്താണ് VS ഹൊറാറ്റ്സ്? ഇതൊക്കെ പക്ക പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതൊന്നും കാണില്ല. അടുത്ത വർഷം UPSC എവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചാൽ നമ്മളൊക്കെ ആലോചിക്കുക, വെറും പേപ്പർ എന്നാണ്. സോ VS ഹൊറാഡ് എന്ന് ഞാൻ എളുപ്പത്തിന് വിളിച്ചാട്ടോ, ഇതിങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. സോ VS ഹൊറാഡ് എന്ന് പറയുമ്പോൾ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആഫ്റ്റർ 3 സക്സസ്ഫുൾ കോൺസിക്യൂട്ടീവ് ഫ്ലൈറ്റ് ടെസ്റ്റ് അറ്റ് പൊക്ലാൻ. ഇതൊരു മിസൈലാണ്. VS ഹൊറാഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് 2 പ്രൊഡക്ഷൻ ഏജൻസീസ് ഹാവ് ബീൻ എൻഗേജ് ഇൻ ദ ഡെവലപ്മെന്റ്. സോ ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊക്രാനിൽ കഴിഞ്ഞതേ ഉള്ളൂ. സോ ഓർത്ത് വയ്ക്കുക, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം VS ഹൊറാഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഓർക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ വിളിക്കാം, VS ഹൊറാഡ് എന്ന് വിളിക്കാം. ഇനി കൂടുതൽ ദിവസങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ വലിയ ഇൻഫർമേഷൻ വരുമായിരിക്കും, എന്നാലും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് റീഡാണ്. ഞാനിത് വെറുതെ ഐ എം നോട്ട് ജസ്റ്റ് ക്വിക്ലി മൂവിങ് ഓൺ. സോ ത്രിലോക്നാഥ് പണ്ഡിറ്റ്, he is the former anthropological survey director. ഇത് ഷോംപെൻ എന്ന് പറയുന്നത് ഒരു
ഐ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഇതിൻ്റെ റിട്ടേൺ ഫോമിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സർവീസുകൾ കാര്യങ്ങൾ ഈ ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൈബ്സ് എവിടെയാണ് ഈ ആന്ത്രോപോളജിയൊക്കെ പഠിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോക്കി റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഷോംപെൻ ട്രൈബ്സ്. എവിടെയാണിത്? ഷോംപെൻ ട്രൈബ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് ഇതിൽ പറയുന്നുണ്ട്, ഇവരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പണ്ട് പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു വി ഗിരി ആണോ ഇതിനകത്ത് പറയുന്ന ഒരു അന്നത്തെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്നത്തെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി അന്തമാനിലുള്ള കുറേ ആൾക്കാരെ ഈ ട്രൈബിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നു. കാരണം ഇവർക്ക് പ്രസിഡന്റിനൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഐസൊലേഷൻ, ഇവർക്ക് ഈ ആൾക്കാരെ കാണുന്ന ഇഷ്ടമല്ല. എല്ലാ ട്രൈബൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദേ ബിലീവ് ഇൻ ഐസൊലേഷൻ. വളരെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാനാണ് താല്പര്യം. അങ്ങനെ പ്രസിഡന്റിനെ കണ്ടിട്ടൊന്നും നടന്നൊന്നുമില്ല. ദേ കെയിം വിത്ത് എ ഹണ്ടിങ് സ്പേസ് ആൻഡ് വെയർ നേക്കഡ്. ആൻഡ് പ്രസിഡന്റിനെ കണ്ട കാഴ്ചയാണ് ഷോംപെൻ മെൻ. അവർക്ക് പറയുന്ന ലാംഗ്വേജും അറിയത്തില്ല. സഡൻലി visitors started weeping and they were invisible. They had been fishing and suddenly caught and herded into guest house. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് പ്രസിഡന്റിനെ കാണാൻ പോയ ഒരു വാർത്ത വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. സോ ഈ ഷോംപെൻ ട്രൈബിനെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. എവിടെയാണ് ഷോംപെൻ ട്രൈബ് ഉള്ളത്, ഏത് ഭാഗത്താണ് അവരുടെ രീതികൾ. സോ ഷോംപെൻ ട്രൈബ് നിക്കോബാർ ഐലൻഡ്സിൽ വിത്ത് മോർ ദൻ ന്യൂമറസ് നിക്കോബാർ ട്രൈബ് ഏതാണ്ട് 60,000 വർഷം മുന്നേ അവരിവിടെ എക്സിസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അവർക്ക് അവരുടേതായ രീതിയിൽ ഒരുപാട് ഫോറസ്റ്റ്, നമ്മൾ പറഞ്ഞില്ലേ കാടിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വരാൻ പോവാണ്. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സിൻ്റെ അടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സും അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോൾ ഇവർക്കത് ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പിന്നെ ഉറപ്പായിട്ടും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും യു ഷുഡ് നോ അബൌട്ട് ദ സെന്റിനലീസ് ഐലൻഡ്. ദ സെന്റിനലീസ് ഹൂ ആർ ദ സെന്റിനൽ ഐലൻഡ്സ് താമസിക്കുന്ന സെന്റിനലി പീപ്പിൾ എന്ന് പറയുന്ന അവരെ കുറിച്ചിട്ടും നിങ്ങൾ ഇതിനകത്ത് ഡിസ്കഷൻ ഇതിനകത്തുണ്ട്. പിന്നെ ഷോംപെൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവർ വർഷങ്ങളായിട്ട് ജീവിക്കുകയാണ്. അവർക്ക് അവരുടേതായ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഐഡിയകളും അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സോ പ്ലീസ് റീഡ് ദിസ്. ഇസ് എ വെരി നൈസ് ആർട്ടിക്കിൾ. ഷോംപെൻ വളരെ നന്നായിരിക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലായിടത്തും ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന പോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു തുടങ്ങി. അല്ലെങ്കിൽ ക്യാൻസർ വയൽസിനും മരുന്നുകൾക്കും ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിരിക്കുകയാണ്. കൗണ്ടർ ഫീറ്റ് ഒരുപാട് നമ്മൾ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനും ആൻറ്റി ക്യാൻസർ ഡ്രഗ്സിനൊക്കെ ഫേക്ക് വിൽക്കാൻ തുടങ്ങുകയാണ്. ലക്ഷക്കണക്കിന് വലിയ രൂപയുടെ വലിയ ലോസും ആൾക്കാരുടെ ഹെൽത്ത് വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ എല്ലാ ഡ്രഗ്സിലും QR കോഡ് വേണമെന്നുള്ളത്. QR ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒറിജിൻ എന്നുണ്ടാക്കി മാനുഫാക്ചറർ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി നമുക്ക് QR എടുക്കാൻ പറ്റും. പൊതുവേ ഫേക്കിൽ QR എടുക്കാൻ പറ്റില്ലെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഫേക്ക് സാധനങ്ങൾക്ക് QR പറ്റില്ല. പക്ഷേ പ്രിലിംസിന് വേണ്ടി നമുക്ക് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി. ഒന്ന്, വാട്ട് ഇസ് DTAB? എന്താണ് DTABയുടെ ഫങ്ഷൻസ്? അതായത് ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്. എന്താണ് DTAB? ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഉണ്ട്. ആൻഡ് DTAB is a committee that advises the Indian government on technical matters related to Drugs and Cosmetic Act. The board is a part of CDSCO, Central Drug Standard Control Organization in the Health Ministry. അപ്പോൾ DTAB എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ എഗെയിൻസ്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് DTAB. നമുക്ക് UPSC ലെവലിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. സോ ഇതൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇതാണ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. ഇതിനൊക്കെ QR കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഷിംലയിലെ ഇതും ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞതിലും പഠിച്ചതാണ്. വഖഫ് ബോർഡ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കുക എന്താണ് ഈ വഖഫ് ബോർഡ്. കാരണം ഷിംലയിലും 3 മോസ്കുകളുടെ ഒരു ഫ്ലോറ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് പൊളിക്കാൻ വേണ്ടി ഓർഡർ ഇട്ടിട്ടുണ്ട് അവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണർ. അതിൻ്റെ ആയിട്ട് കാരണം ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് എവിടെ ഉണ്ടെങ്കിലും അത് പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ്. റെസ്പെക്ട് ഓഫ് ടെമ്പിൾ ഓർ മോസ്ക് ഓർ എനിത്തിങ് ദാറ്റ് ഈസ് ഓക്യുപ്പൈങ് ദ പബ്ലിക് സ്പേസ് ഷുഡ് ബി ഡെമോളിഷ്ഡ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ നയം. അപ്പോൾ അത് ഈ വഖഫ് ബോർഡ് എന്ന കോൺസെപ്റ്റിൽ അറിയില്ലെങ്കിൽ എന്താണ് വഖഫ് ബോർഡ് എന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. സോ ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ബിസിനസ് ന്യൂസിൽ നമുക്ക് UPSCയിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെൻറ് എക്സ്റ്റെൻസ് RBI ഡെപ്യൂട്ടി ഗവർണേഴ്സ് റൌസ് ടേം.
രാജേശ്വർ റാവുയുടെ പീരീഡ് 1 വർഷം കൂടെ ഗവൺമെന്റ് കൂട്ടി അപ്പോയിന്റ്മെന്റ്. ഇങ്ങനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനെക്കാട്ടും കൂടുതൽ വാട്ട് ഈസ് ദിസ് ACC ക്യാബിനറ്റിന്റെ ഇതിൽ വാട്ട് ഈസ് ACC? ACC is it's called the Appointments Committee of the Cabinet. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിന്റെ ഒരു HR ആയിട്ട് കണ്ടാൽ മതി. ഒരു HR ഏജൻസി. ആരൊക്കെ അപ്പോയിന്റ് ചെയ്യണം, IAS IPS IFS ലെവലിലുള്ള ആൾക്കാരെ, ഏതൊക്കെ മിനിസ്ട്രിയിൽ ടോപ്പുള്ള ആൾക്കാരെ എവിടെയൊക്കെ ഇരുത്തണം, ആരൊക്കെ അപ്പോയിന്റ് ചെയ്യണം, ഏതൊക്കെ മിഷൻസിൽ അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷൻസിൽ അവരെ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രീമിയർ ഏജൻസി. അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഈ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ACC. സോ കൈൻഡ്ലി റിമെമ്പർ ഓൾ ദിസ് ഓൾസോ. ആൻഡ് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട UPSC ലെവലിൽ മഹാരാഷ്ട്രയിൽ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള എന്നുള്ളൊരു ആർട്ടിക്കിളാണ് പറയുന്നത്. അത് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ സമ്മറിയൊക്കെ പറയുന്നുണ്ട്. ജോലിയുള്ള ആൾക്കാർ ഇത്ര % ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നില്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മഹാരാഷ്ട്രയിൽ ജോലി കിട്ടുന്നില്ല. അങ്ങനത്തെ അർബൺ അൺഎംപ്ലോയ്മെന്റ് ഒരു റേറ്റ് ആണ്. ഇതിപ്പോൾ പഠിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അത്ര കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ NSE പേസ് ടാപ്പ് പ്ലാറ്റ്ഫോം, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ട്രേഡിംഗ് ആക്സസ് പോയിന്റ്. ഞാനിനി ഇത് പഠിപ്പിക്കാൻ നിന്നാൽ ഇനി മുഴുവൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എങ്ങനെയാണ് പ്രവർത്തനം എന്നും കൂടെ പറയേണ്ടി വരും. സോ അത് ഞാൻ തൽക്കാലത്തേക്ക് വിടുകയാണ്. സോ ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സയൻസ് റിലേറ്റഡ് അത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ ബാച്ചിലെ കോഴ്സിൽ തന്നെ സയൻസ് റിലേറ്റഡ് കോണ്ടന്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറയാം, ഇതിൽ 2 months മേഘാലയയിലെ പോളിയോ കേസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പോളിയോ വൈറസിൻ്റെ കാര്യങ്ങളും അതായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ എറർ, ഗവൺമെൻറ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. സോ ഇതിൽ എന്താണ് VPDV എന്നതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ വാട്ട് ടൈപ്പ് ഓഫ് ഈ ആർട്ടിക്കിൾ ഫുള്ള് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിയാൽ മതി. പോളിയോ വൈറസിനെ കുറിച്ചിട്ടും വാക്സിൻ ഡെറൈഡ് പോളിയോ വൈറസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സയൻസിൽ ഹെൽത്ത് റിലേറ്റഡ് ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ്. വാട്ട് ഈസ് VDPV വാക്സിൻ ഡെറൈഡ് പോളിയോ വൈറസ് എന്താണ് എന്ന് മിനിമം നിങ്ങൾ അതെന്താണ്, അത് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളത് കണ്ടെത്തണം. ആൻഡ് 2 types circulating vaccine derived polio and immunodeficiency related vaccine derived polio. See, IVDPV and CVDPV എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ നാളെ ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിലും ഇത് പേപ്പറിലെ ഡിസ്കഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഓയസ്റ്റർ ഇങ്ങനത്തെ ചെറിയ കോളം വാർത്തകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ പ്ലാന്റ്സിൻ്റെ, അതായത് സ്റ്റൊമാറ്റോ പോർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ആ ചെറിയ സ്പോറിലൂടെയാണ് ആ സംഭവം നടക്കുന്നത്. സ്റ്റൊമാറ്റൽ പോർസിൻ്റെ അതെങ്ങനെയാണ് ഫോട്ടോസിന്തസിസിനെ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട്. സോ ഇതിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ ഹെൽപ്സ് പ്ലാന്റ്സ് ബ്രീത്ത് ബൈ കൺട്രോളിങ്. സോ സയൻസിൻ്റെ ഒക്കെ ബേസിക് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എന്താണ് സ്റ്റൊമാറ്റ, ബേസിക് ആണ്. അതായത് പക്ഷെ ഇവിടെ സ്റ്റൊമാറ്റോ പോറിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെറിയൊരു ആർട്ടിക്കിളാണ്, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്റ്റൊമാറ്റോ പോർ, ഞാൻ എന്താണ് സ്റ്റൊമാറ്റോ എന്ന് എടുത്ത് ചോദിച്ചതേയും കൂടെ ഉള്ളൂ. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റും കൂടെ ആണ് ഇവിടെ. പിന്നെ ഇതിനകത്തുള്ളത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല പ്രാവശ്യം ചോദിക്കാവുന്ന ഒരു കാര്യം കൂടെ ആണ്. സോ എന്താണ് സൂപ്പർ ബഗ്സ് എന്ന് ചോദിക്കാം. എന്താണ് സൂപ്പർ ബഗ്സ്? ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഒരു ഫുൾ വീഡിയോ ഉണ്ടാക്കാം. എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സൂപ്പർ ബഗ്സ്, ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണെന്നുള്ളതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു പെട്ടെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സൺഡേ ആണ് നമുക്ക് ഇങ്ങനത്തെ FAQ പോലത്തെ ന്യൂസൊക്കെ കാണാൻ പറ്റുക. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഞാൻ എന്നാലും ഇത് വാട്ട് ഈസ് ബിഹൈൻഡ് ഇസ്രായേൽ ചീഫ്, ഇത് വേറൊന്നുമില്ല, വേറെ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്കറിയാം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന UN സെക്രട്ടറി ജനറൽ ആയിരുന്ന അന്റോണിയോ ഗുട്ടറസിനെ ഇസ്രായേൽ ബാൻ ചെയ്തു. UN സെക്രട്ടറി ജനറലിനൊക്കെ ഇസ്രായേലിനെ ബാൻ ചെയ്യാൻ പറ്റും. ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുഎന്നോട് തന്നെ വലിയ വിശ്വാസം ഇസ്രായേലിനില്ല. ഇവർ പറയുന്നത് ഇവർ കൂടുതലും ഹമാസിനെയും ലെബനനെയും സിറിയനെയും അങ്ങനത്തെ ഹൂത്തീസിനെയും ഒക്കെ ഇസ്രായേലിന് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇറാനെയൊക്കെയാണ് UN കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന് ഇറാൻ ഇത്രയും അറ്റാക്ക് നടത്തിയിട്ടും ഇസ്രായേൽ ഒഫീഷ്യലി ഇസ്രായേലിനെതിരെ ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടും UN ഒന്നും പ്രതികരിച്ചില്ല എന്ന കാരണത്താൽ
അദ്ദേഹത്തിനെതിരെ ഒരു ബാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല UN സെക്രട്ടറി ജനറലിന്. പക്ഷേ അതിൻ്റെതായ റെസ്പോൺസ് ഒക്കെ അവർ കൊടുത്തിരുന്നു. പക്ഷേ ഇസ്രായേൽ അത് UN ഇതിന്, പിന്നെ UN മൊത്തത്തിൽ വിശ്വാസമില്ല എന്നുള്ള കുറേ മെമ്പേഴ്സൊക്കെ ഗാസനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും, അതാണ് ഇതിൻ്റെ ബേസിക് സമ്മറി എന്ന് പറയുന്നത്. അതാണ്. പിന്നെയുള്ളത് ഇന്ത്യൻ ആർമിയുടെ കുറേ ടാങ്കുകളാണ്. ഇത് പഠിക്കണമെങ്കിൽ ഇത് അത്യാവശ്യം സമയമെടുത്ത് തന്നെ വായിച്ചാലേ പറ്റുള്ളൂ. ഇതങ്ങനെ പെട്ടെന്ന് ലൈൻ ഓഫ് കൺട്രോൾ പറയാൻ പറ്റുന്നില്ല. ഇന്ത്യൻ ആർമിക്ക് ടാങ്കിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ആർമിയിൽ മിലിറ്ററി ടാങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ടാങ്ക്സ്, കുറേ ടൈപ്പ് ഓഫ് ടാങ്ക്സ് ഉണ്ട്. ആ ടാങ്കുകളുടെ എഫക്റ്റ് യുക്രൈൻ വാറിന് ശേഷം കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് ആ ടാങ്ക്. പിന്നെ എടുത്തു പറയേണ്ടത് ഇൻഡസ് റിവർ ന്യോമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതും ലഡാക്കിലാണ്. ഇൻഡസ് റിവർ അറ്റ് ന്യോമ റിവറാണ്, റിവർ പാസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ഇൻ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഞാൻ അത്ര ഡെപ്തിലേക്ക് ഇതിൽ പോകുന്നില്ല, കാരണം ഇത് കുറേ എന്താ പറയുക, ഇതിൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഇതിൽ ടാങ്ക്സിൻ്റെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് ഓർത്തെടുത്താൽ. ഉദാഹരണത്തിന് ഭീഷ്മ എന്ന് പറയുന്ന ഒരു ടാങ്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഹൗവിറ്റ്സർ ടാങ്ക് K9 വജ്ര, Army deployed one regiment K9 Vajra track self-propelled howitzer 2 as a 155mm 55 track self-propelled howitzer built by LN. So ഇതും K9 വജ്ര. അതേപോലെ തന്നെ കുറേ ടാങ്കുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സമയമെടുത്ത് വായിക്കാമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിനകത്ത് നിന്ന് 1-2 ടാങ്ക്സിൻ്റെ പേരൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് യൂസ് ചെയ്യും. അത്ര വലിയ ഡിഫൻസ് സംഭവത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് വാട്ട് ഈസ് സോൾട്ട് പാൻ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആർട്ടിക്കിൾ. ഈ മഹാരാഷ്ട്രയിൽ ഒരുപാട് ആൾക്കാർക്ക് ധാരാവി റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, അതായത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി ഈ ആർട്ടിക്കിൾ എന്താണ് സോൾട്ട് പാൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്സിൽ കാണുന്നൊരു സംഭവം കൂടാണ്. എന്താണ് ഈ സോൾട്ട് പാൻ? ഈ സോൾട്ട് പാൻ എന്ന് പറയുന്നത് ധാരാവിയിൽ കുറേ ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. എത്രയോ സോൾട്ട് പാനുകൾ വീട് വെക്കാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഈ സോൾട്ട് പാൻ എന്ന് പറയുന്ന സ്ഥലം കണ്ടോ, ഇത് ശരിക്കും സോൾട്ട് ഉണ്ടാക്കാനും മാത്രമാണോ? ശരിക്കും ഇതൊരു നാച്ചുറൽ ഫ്ലഡിങ് തടയുന്ന ഒരു ആർട്ടിഫിഷ്യൽ അബ്സോർബറും കൂടാണ്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അബ്സോർബറും കൂടാണ്. ഫ്ലഡൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നികത്തി സോൾട്ട് പാൻ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണെങ്കിൽ എക്കോളജിക്കൽ ഡാമേജ് ഉണ്ടാവും, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെ ഒക്കെ വാൺ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ സോൾട്ട് പാൻസ് എന്ന് പറഞ്ഞാൽ സോൾട്ട് മാർഷ്ലൻഡ് ആണ്, സോൾട്ട് കൾട്ടിവേഷൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഒരു സ്പോഞ്ച് പോലാണ്, റെയിൻ ഇങ്ങനെ വലിച്ചെടുക്കും. അതേപോലെ ഫ്ലഡിന് പ്രിവെൻറ്റ് ചെയ്യുന്ന വലിയൊരു സംഭവമാണ്. ഇതെല്ലാം എടുത്ത് കൺസ്ട്രക്ഷന് കൊടുക്കുകയാണെങ്കിൽ, ധാരാവി റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ വലിയ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ അതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. എന്താണ് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ്? ഒരു ഗ്രൂപ്പാണ്, വെസ്റ്റേൺ ഐഡിയോളജി, അമേരിക്ക റിലേറ്റഡ്, ഇസ്രായേൽ തുടങ്ങിയ അതിൽ വിശ്വസിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തോട്ടുള്ളൊരു മിലിറ്ററി പൊളിറ്റിക്കൽസ് ഒരു ഗ്രൂപ്പാണ് ഇറാൻ, ഹൂത്തീസ്, ഹെസ്ബുള്ള, സിറിയ, കുറേ പേരുണ്ട്. ഒരു നോൺ സ്റ്റേറ്റ് വൈഡ് ഇതിൽ തന്നെ പറയുന്നുണ്ട്, access or resistance from Hamas to Hezbollah and Houthis to Hashad, the Islamic Republic has built strong links with wide non-state militias in West Asia which are now at the center of conflict with Israel. അത്രയും വലിയൊരു ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്, ഒരു മിലിഷ്യ ഇവരെല്ലാവരും കൂടെ ഇനിയിപ്പോൾ ഇസ്രായേലിനെതിരെ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇവരെല്ലാം പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഫോറിൻ വാർത്തകൾ നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള വാർത്തകളൊന്നുമില്ല. ഇപ്പോൾ ശ്രീലങ്ക ഫോറിൻ ഡെറ്റ് ഡീൽ IMFൻ്റെ എടുത്തു എന്ന് പറയുന്നുണ്ട്. കാരണം അത്ര കോടി കടമുണ്ട് ഇതിനകത്തുണ്ട്. 14.7 ബില്യൺ ആണ് ശ്രീലങ്കയുടെ കടം, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ലോൺ എന്ന് പറയുന്നത്. അപ്രൂവ് റീസ്ട്രക്ചർ ഓഫ് ഫോറിൻ. ഈ റീസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? റീസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോൺ എടുത്ത ലോണിൻ്റെ അടവും അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുന്നതിൻ്റെ ഒരുപാട് സംഭവങ്ങളെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് അവർക്ക് പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഒരിക്കലും അടക്കില്ല. അപ്പോൾ അത് ശ്രീലങ്കയ്ക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. കാരണം ഭയങ്കര വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് ശ്രീലങ്ക കടന്നു പോകുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് എമിറേറ്റ്സ് ബാൻസ് പേജസ് ആൻഡ് വാക്കി ടോക്കി. ഹെസ്ബുള്ളയുടെ കയ്യിലുള്ള പേജറും വാക്കി ടോക്കിയൊക്കെ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻ ഇതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള ന്യൂസ്. സോ ഇന്ന് കുറേ വാർത്തകളുണ്ട്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ വായിക്കുക. സോ കീപ് വാച്ചിങ് IAS ഫാക്ടർ ആൻഡ് നമ്മുടെ ആപ്പ് IAS ഫാക്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ CSATൻ്റെ കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ കോഴ്സും ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ് ആൻഡ് ബാച്ച് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. സോ പ്ലീസ് വാച്ച് ഇറ്റ് ആൻഡ് കീപ് ഇൻ ടച്ച്. താങ്ക് യു.